നമസ്കാരം, ദിനേശാണ്. ഫാം മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിലെ നമ്മുടെ നാസർക്കട മുറ ഫാമിൽ തന്നെയാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം കുറെ അധികം കുട്ടികൾ പുതിയ ലോഡായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ആ കുട്ടികളെ നിങ്ങളിലേക്ക് കാണിച്ചു തരാനും അതുപോലെ തന്നെ എത്ര തൂക്കം മുതൽ എത്ര തൂക്കം വരെയുള്ള കുട്ടികളോട് വന്നിട്ടുണ്ടെന്നും അതിന്റെ വില വിവരവും ഒപ്പം തന്നെ ഇവിടുന്ന് വാങ്ങുന്ന കുട്ടികളുടെ പ്രത്യേകതകളും ഒക്കെ ഒരേപോലെ ഒരേ സമയത്ത് ഒറ്റ വീഡിയോയില് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത്. മറ്റ് ഫാമുകളെ പോലെ അല്ല, അല്ലെങ്കിൽ മറ്റു ഫാമുകളിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ് ഈ ഫാം എന്ന് ഞാൻ ഇതിനു മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് പറയാനുള്ള പ്രധാനമായ കാരണം എന്ന് പറയുന്നത്, മറ്റു ഫാമുകളിൽ നമുക്കറിയാം, മുറ ഫാമുകളിൽ കുട്ടികളെ ഹരിയാനയിൽ നിന്നോ മറ്റു സ്ഥലങ്ങളിൽ നിന്നോ കുട്ടികളെ കൊണ്ടുവന്ന ഉടൻ തന്നെ അവിടെ വെച്ച്, അല്ലെങ്കിൽ റോഡ് സൈഡിൽ അല്ലെങ്കിൽ മറ്റു സ്ഥലത്ത് അല്ലെങ്കിൽ അവരുടെ ഫാമിൽ വെച്ച് തന്നെ അഡ്വാൻസ് ബുക്കിംഗ് എടുത്ത് അപ്പൊ തന്നെ കൊടുത്തൊഴിവാക്കുന്ന ഒരു സ്ഥിതി നമ്മൾ കണ്ടുവരാറുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ അഡ്വാൻസ് ബുക്കിംഗ് എടുത്ത് കുട്ടികളെ കൊണ്ടുവന്ന വഴി അങ്ങനെ കൊടുത്തൊഴിവാക്കുന്ന ഒരു ശൈലിയേ അല്ല ഈ പറയുന്ന ചിറ്റൂരിലെ ഓർഗാനിക് മുറ ഫാമിൽ നടന്നു വരുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ എല്ലാ കാലത്തെയും പ്രത്യേകത. ഇവിടെ ചെയ്യുന്നത്, ഇവിടെ സത്യത്തില് ഈ ഫാം എന്ന് പറയുന്നത് കുട്ടികളെ വിൽക്കുന്ന ഒരു ഫാമായിട്ട് തുടങ്ങിയതല്ല. ഇവിടുത്തെ ഫാം എന്ന് പറയുന്നത് ഇത് ഹരിയാനയിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവന്ന് ഇവിടെ ഏതാണ്ട് 100-500 കുട്ടികൾക്ക് അല്ലെങ്കിൽ പോത്തുകൾക്ക് ഒരേപോലെ വളരാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ചുറ്റുപാടുമുള്ള ഏതാണ്ട് 9-10 ഏക്കർ സ്ഥലത്തുള്ള വലിയൊരു ഫാമാണ്. ആ ഫാമിനകത്ത് കുട്ടികളെ കൊണ്ടുവന്ന് വളർത്തി വലുതാക്കി 1 വർഷമോ അല്ലെങ്കിൽ 2 വർഷമൊക്കെ കഴിഞ്ഞ് ഇറച്ചി ആവശ്യത്തിനോ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്കോ കൊടുക്കുന്ന ഒരു ശൈലി കുറെ കാലമായിട്ട് പിന്തുടർന്നു വരുന്ന ഒരു ഫാമായിട്ടാണ് നമ്മുടെ ഈ ഗോൾഡ് മുറ ഫാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് വളർന്നു വലുതാവാൻ ആവശ്യമായിട്ടുള്ള എല്ലാ പൊതു സാഹചര്യങ്ങളും ഒരേപോലെ ഒരുക്കി കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ മുറ ഫാമായിട്ട് ഇതിനോടകം തന്നെ ഈ പറയുന്ന ചിറ്റൂരിലെ, പാലക്കാട് ചിറ്റൂരിലെ ഓർഗാനിക് മുറ ഫാം മാറാനുണ്ടായ കാരണവും അത് തന്നെയാണ്. ഇപ്പോ ഇവിടെ ഫാമിന്റെ മാനേജറായിട്ടുള്ള നിതിനുണ്ട്, അതുപോലെ തന്നെ ഫാമിന്റെ പാർട്ണറായിട്ടുള്ള അജ്മലുണ്ട്. ഇവരൊക്കെ ഉണ്ട്. ഇവരുടെ അടുത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. ഇപ്പൊ ലാസ്റ്റ് വന്ന കുട്ടികളുടെ പ്രത്യേകതകൾ ചോദിക്കാം, വിലയും മറ്റു കാര്യങ്ങളും, മരുന്നും അതുപോലെ തന്നെ കൊടുക്കുന്ന തീറ്റയും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. അജ്മൽ, ഇപ്പൊ ലാസ്റ്റ് നമുക്ക് കുറെ ലോഡ് ഇറങ്ങിയിട്ടുണ്ടല്ലോ പോത്തുകുട്ടികളുടെ. അപ്പോ നമ്മുടെ പ്രൈസ് റേഞ്ച് എങ്ങനെയാണ്, അവരുടെ തൂക്കം എങ്ങനെയാണ്, ലേറ്റസ്റ്റ് ഇറങ്ങിയിട്ടുള്ള പോത്തുകുട്ടികളുടെ കാര്യങ്ങളൊന്ന് പറയോ? ഇപ്പൊ നമ്മൾക്ക് ലേറ്റസ്റ്റ് ഹരിയാനയിൽ നിന്ന് വന്ന ലോഡില് 100 കിലോ തൊട്ട് 250 കിലോയുടെ താഴെയാണ് പോത്തുകുട്ടികളുടെ വെയിറ്റ് ഉള്ളത്. പിന്നെ വില നിലവാരം ചോദിക്കുമ്പോ നമ്മൾക്കിപ്പോ മാർക്കറ്റ് വില, ഇപ്പൊ നിലവിലുള്ള മാർക്കറ്റ് വിലയ്ക്ക് കൊടുക്കുന്ന പോത്തുകുട്ടികളുണ്ട്. ഇവിടെ വളർത്തി കേട് തീർത്ത് വാക്സിനേഷനും കുളമ്പ് രോഗത്തിന്റെ വാക്സിൻ അതുപോലെ ഡീവേമിങ് എല്ലാം ചെയ്തു കഴിഞ്ഞ പോത്തുകുട്ടികൾ വേറൊരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ വളർച്ചയിലും അതിന്റെ ക്വാളിറ്റിയിലും ഇതിൽ തന്നെ 2 കാറ്റഗറി ഉണ്ട്. ഓക്കെ. അപ്പൊ നമ്മള് വില നിശ്ചയിക്കുന്നത് 2 കാറ്റഗറി. അതെ, 2 കാറ്റഗറി ആയിട്ടാണ്. അപ്പൊ അത് ചോയ്സ് ആണ്. നമുക്ക് പോത്ത് ലോഡ് ഇറങ്ങി വന്നത് നമ്മൾ മാർക്കറ്റ് വിലയ്ക്ക് കൊടുക്കുന്നുണ്ട്. അല്ല കുറച്ച് കേട് തെളിഞ്ഞ് ഈ വാക്സിനേഷനും ഡിവോമിങ്ങും കഴിഞ്ഞ കുട്ടികൾ വേണമെങ്കിൽ അതൊരു സെപ്പറേറ്റ് അഡീഷണൽ ഒരു ചെറിയൊരു വില കൂട്ടിയിട്ടാണ് കൊടുക്കുന്നത്. അത് നമ്മൾക്ക് ഏത് വേണമെങ്കിൽ തിരഞ്ഞെടുത്ത് കൊണ്ടുപോകാം. ഓക്കെ. അജ്മലെ, അതുപോലെ തന്നെ ഇപ്പോ പ്രധാനമായിട്ട് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ വന്നിട്ടുള്ള ഒരു സംശയം എന്ന് പറയുന്നത്, ഈ മുറ പോത്തുകുട്ടികളെ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ്. കാരണം നമ്മൾ കാണിക്കുന്നതിൽ പലതും മുറയല്ല എന്നൊക്കെ പറയുന്ന വാദങ്ങൾ പലതും വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ആ കമന്റുകൾക്ക് വ്യക്തത വരുത്തേണ്ട ചുമതല കൂടി നമുക്കുണ്ടല്ലോ. അതൊന്ന് പറഞ്ഞു തരുമോ, എങ്ങനെയാണ് നമ്മൾ മുറ കുട്ടികളെ തിരിച്ചറിയേണ്ടത്? ഒരു കസ്റ്റമർ നമ്മുടെ ഫാമിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പക്ഷെ ചോദിക്കാൻ പോകുന്നു അങ്ങനെ തന്നെ ആയിരിക്കും, ഏതാണ് മുറ, എന്താണത്, മുറ എങ്ങനെ കണ്ടുപിടിക്കാം എന്നൊക്കെ. അതായത് ഇപ്പൊ കേരളത്തില് വേറെ ഏത് ഫാമുകളെക്കാളും നമ്മൾക്കത് നമ്മളുടെ തെളിവോടുകൂടി നമുക്ക് കാണിച്ചു കൊടുക്കുക. നിലവിൽ 200ഓളം പോത്തുകൾ ഇവിടെ വളർത്തുന്നുണ്ട്. ഓക്കെ. ഈ 200 മുറ പോത്ത് കുട്ടികളാണ്. അപ്പോ എങ്ങനെയാണ് മുറ പോത്തിന്റെ ഇവിടെയുള്ള വളർച്ച എന്നുള്ളത്, അല്ല ഞങ്ങൾ ഇങ്ങനെ ഒരു സംവിധാനം അത് ക്രിയേറ്റ് ചെയ്ത് തന്നെ ആൾക്കാരുടെ ഇത്തരത്തിലുള്ള സംശയങ്ങൾ അവർക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്തിയിട്ട് വേണം നമ്മുടെ ഇന്ന് പോത്തുകുട്ടികൾ പർച്ചേസ് ചെയ്യാൻ. ഓക്കെ. അപ്പൊ അതിവിടെ വന്ന് കാണാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതിന്റെ വളർച്ച കാണാം, പോത്തുകളെ കാണാം, താരതമ്യം ചെയ്താ എന്നിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം. പിന്നെ ലക്ഷണങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ശരാശരി നമ്മളൊരു മാർക്കറ്റിൽ പോയിട്ട് പോത്ത് വാങ്ങുമ്പോൾ അവിടെ നമ്മൾ എല്ലാ ലക്ഷണങ്ങളും നോക്കി വാങ്ങണം. കാരണം എന്താ വെച്ചാൽ ആന്ധ്ര പോത്ത് കുട്ടികളും എല്ലാം വരുന്നതാണ് മാർക്കറ്റ്. പക്ഷെ ഇത് അങ്ങനെ ഒരു മാർക്കറ്റ് അല്ല. ഇവിടെ ഞങ്ങൾ ഹരിയാന പോത്തുകൾ മാത്രം കൊണ്ടുവന്ന് ബിസിനസ് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു സ്ഥാപനമാണ്. സോ ഇവിടെ ഞങ്ങൾ മുറ പോത്ത് കുട്ടികൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പൊ അതിന്റെ ഗ്രോത്ത് എന്താണ്, അല്ലെങ്കിൽ അതിനെ കുറിച്ച് അത് ചീപ്പായിട്ട് വളർത്തണം, അതിനുള്ള രീതികൾ കാര്യങ്ങൾ വരെ നമ്മൾ ഇവിടുന്ന് പറഞ്ഞു കൊടുക്കും. എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്യും. ഓക്കെ. പ്രധാനമായിട്ട് അജ്മല, ഈ
എത്ര നാളുകൊണ്ടാണ് ഒരു പോത്തിനെ വളർത്തി കൊടുക്കാൻ കഴിയുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഇപ്പൊ പോത്തിനെ വളർത്തുന്നത് സാധാരണ പശുവിൽ നിന്നോ മറ്റ് ഫാമുകൾ പോലെയൊന്നുമല്ല. എനിക്ക് തോന്നുന്നു കുറച്ച് സ്ഥലമുള്ള ആൾക്കാർ അങ്ങനെ കൊണ്ടുപോയി വിട്ടാക്കി വളർത്തുന്ന ഒരു ശൈലിയാണ് പ്രധാനമായി കണ്ടുവരുന്നത്. പെരുന്നാളിന് കൊടുക്കുന്നു എന്ന നിലയിൽ. അപ്പൊ നമുക്ക് പറയാൻ കഴിയും നമ്മുടെ ഇന്ന് വാങ്ങുന്ന കുട്ടികൾ കേടുവരുന്ന കുട്ടികളാണെന്നും അതുപോലെ തന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത്ര മാസം കഴിയുമ്പോൾ നമുക്ക് ഏതാണ്ട് കൊടുക്കാൻ കഴിയും എന്ന് നമുക്ക് പറയാൻ കഴിയും. അതായത് മുറാ പോത്തിനെ സംബന്ധിച്ചിടത്തോളം കമ്പയർ ചെയ്യുകയാണെങ്കിൽ കേട്ടോ, ആന്ധ്രാപോത്തും മുറാപോത്തും കമ്പയർ ചെയ്യുമ്പോൾ അത് ഓരോ ദിവസവും കമ്പാരിറ്റീവ്ലി ഗ്രോത്ത് കൂടുതലാണ്. ഒരു ശരാശരി ആന്ധ്രാപോത്ത് ഒരു ദിവസം ഒരു 300 ഗ്രാം ശരീരഭാരം വളരുകയാണെങ്കിൽ മുറാപോത്ത് 1 കിലോയുടെ പുറത്ത് അതിന്റെ ശരീരഭാരത്തിൽ ഉള്ള വളർച്ച മുറാപോത്തിൽ ഉണ്ടാവും. സോ കർഷകരെ സംബന്ധിച്ചിടത്തോളം പെരുന്നാളിന് കൊടുക്കുന്നതാണ് നമ്മൾ പ്രിഫറബിൾ ആയിട്ടുള്ള ഒരു സംഗതി. കാരണം പെരുന്നാൾ സമയത്ത് മാർക്കറ്റ് വിലനേക്കാളും കുറച്ച് കൂടുതൽ മോഹവിലയ്ക്ക് പോത്ത് കിട്ടും. പിന്നെ മാർക്കറ്റ് വില 450 ആണെങ്കിൽ പെരുന്നാളിന് അത് 500 രൂപയ്ക്കാണ് വിൽക്കുക. അപ്പൊ ആ ഒരു മാർജിനൊക്കെ കർഷകന് കിട്ടുക, ഒരു വർഷം കഷ്ടപ്പെട്ട് കർഷകന് കിട്ടണമെങ്കിൽ പെരുന്നാളിന് വിൽക്കുക. ഈസ്റ്റർ, ക്രിസ്മസ് ഇങ്ങനെയുള്ള ഇവന്റുകളിൽ വിൽക്കുന്നതായിരിക്കും, ഇങ്ങനെയുള്ള ഫംഗ്ഷൻ സമയങ്ങളിൽ വിൽക്കുന്നതായിരിക്കും ബെറ്റർ. അതെ, ഇവിടുത്തെ നമ്മുടെ കുട്ടികളെ നമ്മുടെ ഒരു വളർത്തുന്ന ഫാമാണല്ലോ നമ്മുടെ ഫാം. അതായത് പോത്തുകുട്ടികളെ കൊണ്ടുവന്ന് അതിനെ ഒരു കൊല്ലക്കാലം ഒക്കെ പരിപാലിച്ച് ഇറച്ചി ആവശ്യത്തിന് വേണ്ടി മറ്റാവശ്യത്തിന് വേണ്ടി വളർത്താവശ്യത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മള് വിൽക്കൽ ഫാമിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു വളർത്തൽ ഫാമിലായിട്ടാണ് നമ്മുടെ ഫാം അറിയപ്പെടുന്നത് തന്നെ. അപ്പോ നമ്മുടെ കുട്ടികൾ പെട്ടെന്ന് വലുതാവുന്നു എന്നുള്ളത് നമ്മൾ വീഡിയോയിൽ പറയുമ്പോൾ പലരും വിശ്വസിക്കുന്നില്ല. അപ്പോ എന്തൊക്കെ തീറ്റകളാണ് നമ്മളിവിടെ കൊടുക്കുന്നത്? പെട്ടെന്ന് വലുതാവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മെയിൻ കാരണം നമ്മളിവിടെ കൊടുക്കുന്ന ഭക്ഷണ രീതിയും അതിന്റെ ചാർട്ടൊക്കെയാണ്. നമ്മളിവിടെ കാലത്ത് ഒരു 9 മണി 10 മണി ആ ടൈമിൽ നമ്മൾ കൈത്തീറ്റ വെക്കും. തൊഴുത്ത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ട് 10 മണിക്ക് നമ്മൾ കൈത്തീറ്റ വെച്ചു കൊടുക്കും. അതിൽ നമ്മള് ബീർ വേസ്റ്റ് മിക്സ്, വൈറ്റ് കപ്പ, കടലത്തൊണ്ട്, കടലപ്പിണ്ണാക്ക് ഇതൊക്കെ കുറച്ച് ഉപ്പും പാടെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുക. കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 12 മണി ആ ഒരു ടൈമിൽ നമ്മൾ പുല്ല്, വൈക്കോല്, സൈലേജ്, കായത്തോല് ഇത് 3ഉം 4ഉം പാടെ മിക്സ് ചെയ്ത് കട്ട് ചെയ്തിട്ട് പാത്രത്തിൽ വെച്ചു കൊടുക്കും. എന്നിട്ട് മണിക്കാർ പോയി ഭക്ഷണം കഴിച്ചിട്ട് വന്ന ആ ഒരു ടൈമിൽ തിരിച്ചു വന്നതിന് ശേഷം ഒരു 2-2:30 വീണ്ടും നമ്മൾ കൈത്തീറ്റ ഫസ്റ്റ് കൊടുത്ത ക്രമത്തിന് പോലെ തന്നെ കൊടുക്കും. പക്ഷെ അതിൽ കഞ്ഞി നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യും. കഞ്ഞി വെക്കുന്നു, അതിൽ എക്സ്ട്രാ കഞ്ഞി ആഡ് ചെയ്യും, പരുത്തി പിണ്ണാക്കും ആഡ് ചെയ്യും. ഇതാണ് നമ്മുടെ ഭക്ഷണക്രമം. പിന്നെ വീണ്ടും വൈകിട്ട് ഒരു 4-4:30 ആകുന്ന സമയത്ത് പുല്ല്, വൈക്കോല്, സൈലേജ് പാടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് കായത്തോലും ഇട്ടിട്ട് നമ്മൾ വെച്ച് കൊടുക്കാറാണ് പതിവ്. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് പണിക്കാർ പോകാൻ സമയമാകുമ്പോൾ ഒരു 5 മണി 6 മണി ടൈമിൽ കുറച്ച് വൈക്കോലും ഇട്ടുകൊടുക്കും. ഇതാണ് നമ്മുടെ തീറ്റക്രമം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മളൊരു കുട്ടീനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഏതാണ്ട് 5, 6, 7 മാസം കഴിയുമ്പോൾ തന്നെ ഒരു 500+ നമ്മൾ വരും എന്ന് പറയാനുള്ള കാരണം ഇത് തന്നെയാണ്. ഒരുപക്ഷെ കർഷകൻ ഇങ്ങനെ നോക്കുകയാണ് വരും. കർഷകൻ കൊണ്ടുപോയി പാടത്ത് കെട്ടിയിട്ട് കഴിഞ്ഞാൽ ഈ തൂക്കത്തിലേക്ക് എത്തിക്കൊള്ളണമെന്നില്ല, അല്ലെ? ഈ നമ്മുടെ ഈ ഒരു ഭക്ഷണക്രമം, ഭക്ഷണ ചാർട്ട് അല്ലെങ്കിൽ തീറ്റ ചാർട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് എത്തും ഉടനെ. അതിനാണ് നമ്മൾ മുന്നേ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ ഭക്ഷണക്രമം നമ്മൾ ഓരോ കസ്റ്റമറിന്റെ അടുത്തും ഇവിടെ വാങ്ങിച്ചിട്ട് പോണ എല്ലാ കസ്റ്റമറുടെ അടുത്തും പറഞ്ഞു കൊടുക്കുന്നതാണ്. ഓക്കെ. ഇപ്പൊ നമ്മുടെ ഇവിടെ ഉള്ള കുട്ടികളൊക്കെ ഒറിജിനൽ മുറാപോത്താന്ന് പറയണ്ടല്ലോ. എങ്ങനെയാണ് ഒരു കർഷകൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കർഷകൻ മുറാപോത്ത് ആണ് എന്ന് ഉറപ്പിക്കേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത്? നമ്മളിവിടെ വന്ന് കാണണം. ഇവിടെ വന്ന് ഫോമിൽ ഒന്ന് കണ്ടിട്ട് ഒരു ബോധ്യപ്പെട്ട നമുക്ക് എടുത്താൽ മതി. അപ്പൊ നമ്മൾ ചന്തയിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ ആന്ധ്രക്കുട്ടിയും ഇതിനും വ്യത്യാസങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ നമ്മൾ ഒറിജിനലായിട്ട് ഇവിടെ കൊണ്ട് ഇറക്കണം. മുറാക്കുട്ടികൾ വന്നിവിടെ കേടുപാട് തീർത്തിട്ട് നമ്മൾ ജനങ്ങളിൽ നമ്മൾ എത്തിച്ചു കൊടുക്കാറുണ്ട്. അതാണ് നമ്മൾ സാധാരണ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ധൈര്യത്തവർക്ക് വന്നിവിടെ എടുക്കാം, കുഴപ്പമില്ല. നമ്മൾ നേരിട്ട് പോയിട്ടാണോ കൊണ്ടുവരുന്നത്? നേരിട്ട് നമ്മള് സാർ വിളിച്ചു പറയും, നേരിട്ട് കൊണ്ടുവരാറുണ്ട്. കൊണ്ടുവന്ന് നമ്മളിവിടെ കൊണ്ട് ഇറക്കിയിട്ട് അതിന് 1 മാസം ക്വാറന്റൈനിൽ ഇട്ടിട്ട് നമ്മൾ വാക്സിൻ എല്ലാം കൊടുത്തിട്ടാണ് നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇവിടെ. ഒരു മുറാക്കുട്ടീനെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ തിരിച്ചറിയാൻ എങ്ങനെ കഴിയും? അതിന് കൊമ്പും അതിന്റെ ഒരു രൂപം കണ്ടാലേ നമുക്ക് അറിയുള്ളൂ. വന്ന് അവർക്ക് നോക്കിയാൽ അറിയാം. നമ്മൾ ഈ ചന്തയിൽ കയറിയിട്ട് ഈ ആന്ധ്ര കുട്ടികളും നമ്മുടെ മൊറോ ടൈപ്പ് പോത്തുകുട്ടികളും നോക്കിയാൽ അവർക്ക് അറിയാം. ഈ കൊമ്പിൽ ചെറുകൊമ്പാണ്. അപ്പൊ കാണുമ്പോൾ നിറത്തിനും കറുപ്പാണല്ലോ. അത് കാണുമ്പോൾ നമുക്ക് അവർക്ക് അറിയാൻ പറ്റും. പാലക്കാട് ചിറ്റൂരിലെ നാസർക്കടെ ഓർഗാനിക് ഗോൾഡ് മുറ ഫാമിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കണ്ടത്. ഇവിടെ മറ്റു ഫാമുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതൊരു പോത്ത് വളർത്തൽ കേന്ദ്രമാണ്, അങ്ങനെ വേണം പറയാം. പോത്ത് വളർത്തി ഈ പറയുന്ന വലുതായി കൊടുക്കുന്ന ഒരു
ഫാമായിട്ട് തന്നെയാണ് ഇത് തുടങ്ങിയത്. പക്ഷെ അതിനുശേഷം ഈ കർഷകരും മറ്റ് ആളുകളൊക്കെ പോത്തുകുട്ടികളുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ അവർക്ക് പോത്തുകുട്ടികളെ കൊടുത്തു തുടങ്ങിയ ഒരു ഫാമായിട്ടാണ് ഇത് മാറിയിട്ടുള്ളത്. ഹരിയാനയിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവന്ന് ഏതാണ്ട് 2-3 ദിവസം മുതൽ കുട്ടികളെ കൊടുത്തു തുടങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ് 2 തരത്തിലുള്ള വില എന്ന് ഇവിടുത്തെ അജ്മലികയും അതുപോലെ തന്നെ നിതിനും ഒക്കെ ഒരുപോലെ പറഞ്ഞു വെക്കുന്നത്. അപ്പോ പോത്തുകുട്ടികളെ അല്ലെങ്കിൽ ഒറിജിനൽ മുറ പോത്തുകുട്ടികളെ ആവശ്യമുള്ളവർക്ക് ഈ വീഡിയോയിലുടനീളം ഇവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ വിളിക്കാം. എന്തെങ്കിലും സംശയം കുട്ടികളുമായി ബന്ധപ്പെട്ടോ വളർത്തൽ രീതിയുമായി ബന്ധപ്പെട്ടോ തീറ്റയുമായി ബന്ധപ്പെട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് പാലക്കാട് ചിറ്റൂരിലെ ഈ ഗോൾഡൻ മുറ ഫാം എന്ന് പറയുന്ന ഈ വിശാലമായിട്ടുള്ള ഈ ഫാമിൽ വന്ന് കാണാം, നോക്കാം. വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് പോത്തുകളാണ് ഒരേ സമയം ഇവിടെ ഉള്ളത്. ഏതാണ്ട് 100-300-ലധികം പോത്തുകുട്ടികൾ ഒരേ സമയം നിൽക്കുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഫാമായിട്ട് തന്നെ ഇതിനോടകം തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു മികച്ച വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.